എത്ര വലിയ ഭാഗ്യം ചെയ്തവര്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മജ്ലിസിൽ നിന്ന് ഇബാദത്തിന്റെ മധുരം കിട്ടിയ മഹാൻ. അവിടുത്തെ വാക്കുകൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, പാതിരാത്രിയിലെ നിസ്കാരം, അഷ്റഫുൽ ഖൽഖിന്റെ പള്ളിയിലേക്ക് ഏത് നേരവും ഹബീബിന്റെ വീട്ടിലേക്ക് മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരാൻ സിദ്ദീഖ് ബാബു സിദ്ദീഖ് നിങ്ങൾ ഒരിക്കലും അടച്ചു വെക്കരുത്, അത് തുറന്നു വെച്ചേക്കണം. ഇനി ഖിയാമത്ത് നാൾ വരെ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. എന്തേ? ഇബാദത്തിന് ഓടി വരുന്ന മഹാനല്ലയോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ജസാക്കുമുല്ലാഹു ഖൈർ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇന്ന് ആരെങ്കിലും സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സദസ്സിൽ ആരുമില്ല, ഒരാൾ മാത്രം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? ഇന്ന് ആരെങ്കിലും ഒരു ജനാസന്റെ കൂടെ പോയിട്ടുണ്ടോ? ആരുമില്ല, ഒരാൾ മാത്രം, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്ന് ആരെങ്കിലും അത്അമ മിസ്കീനൻ, ഒരു പാവപ്പെട്ടാക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? ആരില്ല, അവർ ചെയ്യുന്നവരാ. അന്ന് ആ സദസ്സിലില്ല. ആരൊഴികെ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇന്ന് ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? രോഗസന്ദർശനം, ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികൾ ആരെങ്കിലും പോയി സന്ദർശിച്ചുവോ? ജീവിതത്തിൻ്റെ പച്ചയായ കഷ്ടപ്പാടുകളോട് മല്ലടിക്കുന്ന രോഗികളെ നമ്മൾ കണ്ടാൽ ഹൃദയത്തിൽ അഹങ്കാരമൊക്കെ ഒന്ന് താഴെ ഇറങ്ങും. ഒന്ന് ചെയ്യണം നമ്മൾ. അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കാൻ കഴിവുള്ളവനാണ്. അള്ളാഹു അവർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. പക്ഷെ അതൊരു പരീക്ഷണമാണ്, നമുക്ക് പാഠമാണ് ഓരോരുത്തർക്കും. ഈ ലോകത്തിൻ്റെ സംവിധാനം അങ്ങനെയാണ്. മുതലാളിയും കാണും, പാവപ്പെട്ടവനും കാണും, രോഗിയും കാണും, ആരോഗ്യമുള്ളവനും കാണും. സർവ്വകുരുത്തക്കേടിൽ നടക്കുന്നതുകൊണ്ട് നല്ല ആരോഗ്യമുള്ളുണ്ട്, എല്ലാ നന്മയുണ്ട്. പക്ഷേ ബെഡ് റിഡനാണ്, ആൾ ബെഡിൽ കിടപ്പാണ്. ഇതൊക്കെ ഈ ലോകം അള്ളാഹു അങ്ങനെ സംവിധാനം. അതൊക്കെ റബ്ബിന് ഹിക്മത്തുകളുണ്ട്. ശ്രദ്ധിക്കുന്നവർ മാത്രം ഞാൻ രോഗിയെ സന്ദർശിച്ചു. ഈ 4 നന്മകളും ആരിൽ ഒരുമിച്ച് കൂടുന്നുവോ ഇല്ലാ ദഖലൽ ജന്ന, അവർ സ്വർഗവാസിയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഇബാദത്തിന്റെ മുൻനിരയിലാണ്. ഒട്ടും പിറകിലല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 9ഓളം കുത്തേൽക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർത്തിവെച്ചില്ലല്ലോ, നിർത്തിവെച്ചില്ല. മഹദി റളിയല്ലാഹു അൻഹ, ഉസ്മാൻ എന്നവരുടെ ഭാര്യ റളിയല്ലാഹു തആല അൻഹ പറയുമായിരുന്നു, ഖതൽതുമൂ, നിങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ കൊന്നുകളഞ്ഞല്ലേ. കാന യുഹയിൽ ലൈല ബിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ കൊണ്ട് പാതിരാവുകളെ സജീവമാക്കിയിരുന്ന ഒരു മഹാനുഭാവനെ അന്നത്തെ രാഷ്ട്രീയ പോക്കിരികൾ ചെന്ന് കൊല ചെയ്തു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ. ചോര പതിഞ്ഞ ഖുർആൻ കോൺസ്റ്റാന്റ് ഇന്ന് ഇസ്തംബൂളിലെ തുർക്കിയിലെ ഇസ്ലാമിക് അവിടുത്തെ മ്യൂസിയത്തിൽ കിടക്കുന്നുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. എത്ര പേര് നമ്മൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടു. കാന യഖ്തിമുൽ ഖുർആന ഫീ സ്വലാത്തിൽ ലൈൽ, രാത്രി നിസ്കാരത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരൊറ്റ രാത്രിയിൽ വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുമായിരുന്നു. നമ്മൾ പറയല്ലേ ഇത് ഖിലാഫുസ് സുന്നയല്ലേ എന്ന് പറയല്ല. 3 രാത്രിയിൽ താഴെ ഖുർആൻ ഓതുന്നവർ ലം യഫ്ഖഹു, ഖുർആനെ മനസ്സിലാക്കുന്നില്ല എന്ന ഹബീബിന്റെ വചനം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ, മഹാന്മാരായ താബിഈങ്ങളിൽ, സലഫു സ്വാലിഹീങ്ങളിൽ കാണുന്ന ജീവിത അനുഭവം വെച്ച് നോക്കുമ്പോൾ ഹബീബ് ഉദ്ദേശിച്ചത് അർത്ഥമറിയാതെ, ആലോചിക്കാതെ, വഖാറില്ലാതെ, ഖുശൂഇല്ലാതെ ഓതിപ്പോകുന്നതിനെ കുറിച്ചാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കാന യഖ്തിമുൽ ഖുർആന ഫീ റമദാൻ, വിശുദ്ധമായ റമദാനിൽ നമ്മുടെ മദ്ഹബിന്റെ ഇമാം 60 തവണയാണ് വിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തിരുന്നത്. 60 ഖത്തം. ഇമാമുന ശാഫിഈ തങ്ങളെ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു 30 ഖത്തം തീർക്കുമായിരുന്നു. 30 ഖത്തം. അതുകൊണ്ട് എൻ്റെ നഫ്സിനോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഈ റമദാനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സമ്മാനം വിശുദ്ധ ഖുർആൻ ഒരു മാസത്തിൽ നിർബന്ധമായും നമ്മൾ ഖത്തം തീർത്തിരിക്കുക. ഒരു മാസത്തിൽ ഒരു തവണ, ഒരു ദിവസം ഒരു ജുസ് ഓതിയാൽ 30 ദിവസം കൊണ്ട് ഖത്തമാകും. അങ്ങനെ ഖുർആൻ ഖത്തം തീർക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മുടെ മുൻഗാമികൾ 30 ജുസ് ആക്കി വെച്ചത്. 30 ദിവസങ്ങളിൽ ഓതി തീർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നമുക്ക് നേരല്ലേ, പിന്നെ എന്തിനാ നേരണ്ട? ആ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇങ്ങനെ കളിച്ചിടക്കണ നേരം കൊണ്ട് എത്ര ഖുർആൻ ഓതാൻ പറ്റും റബ്ബേ?
എത്ര നേരം എത്ര ഖുർആൻ ഓതാൻ കഴിയും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലാ യജ്തമിഉ കിതാബുല്ലാഹി വകിതാബുശ് ശൈത്വാനി ഫീ ഖൽബിൻ വാഹിദിൻ. മഹാന്മാർ പറയും, സഈദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലാഹുവിന്റെ കിതാബിനോടുള്ള സ്നേഹവും പിശാചിന്റെ കിതാബുണ്ട് അൽ അഗാനി, മോശമായ പാട്ടുകൾ, മ്യൂസിക്, വിനോദം, സിനിമ പോലെയുള്ള വിഷയങ്ങൾ, മനുഷ്യന്റെ സമയം കളയുന്നത്. വളരെ എഡ്യൂക്കേറ്റീവായിട്ടുള്ള സിനിമകൾ ഉണ്ടാകാറുണ്ട്, സയൻസ് ഫിക്ഷൻസ് ഉണ്ടാകാറുണ്ട്, ശാസ്ത്രം പഠിക്കാൻ കഴിയുന്ന, ചരിത്രം പഠിക്കാൻ കഴിയുന്ന. അതല്ല ആഭാസ, വെറും പ്രേമം. 60 വയസ്സായ നടനും പ്രേമം തന്നെ, 25 വയസ്സായ നടനും പ്രേമം തന്നെയാണ് അസുഖം. എല്ലാവർക്കും ഇതന്നെ. എന്ത് ലോകം! റഹ്മാനായ റബ്ബേ. വയസ്സ് 70 ആയാലും ആള് പിന്നെ കാമുകനായിട്ട് ആ സിനിമ അവസാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ആഭാസമാണോ മനുഷ്യനിൽ നന്മയുണ്ടാക്കുന്നത്? ഈ ചിന്തയാണോ മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാക്കുന്നത്? പിശാചിന്റെ ഈ കിതാബും അള്ളാഹുവിന്റെ കിതാബും ഒരു ഖൽബിൽ ഒരുമിച്ച് കൂടുകയില്ല. സിനിമയും സിനിമ പാട്ടുകളും ആഭാസങ്ങളും ഇഷ്ടം, എന്നാൽ ഖുർആനും ഇഷ്ടം, ഇങ്ങനെ ഉണ്ടാവില്ല. രണ്ടാലൊന്നേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. രണ്ടാലൊന്നേ ഖൽബിൽ കയറുകയുള്ളൂ. അള്ളാഹുവിന്റെ കിതാബിനോടുള്ള സ്നേഹമുള്ളവർക്ക് മറ്റതിനോട് വെറുപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്നാണ്. നമുക്ക് വെറുപ്പ്, ഞാൻ നിങ്ങൾ കേൾക്കണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? ഖുർആൻ ഓതി തുടങ്ങി നിങ്ങളായിട്ട് നിർത്തും പാട്ട് കേൾക്കുന്നത്. ഖുർആനിൻ്റെ മധുരം അറിഞ്ഞാൽ നിങ്ങളായിട്ട് നിർത്തും. ഒരു ചെറുപ്പക്കാരൻ നിരന്തരമായ പാട്ട് കേൾക്കാതെ ഉറങ്ങാൻ പറ്റാത്തവരുണ്ട്. ഇയർ പ്ലഗ് ചെയ്തിട്ടാണ് ചിലർ കിടന്നുറങ്ങുക, ഉറങ്ങുന്ന നേരത്തൊക്കെ. പിന്നെ ഉമ്മാരൊക്കെ പോയിട്ട് ഓഫ് ചെയ്യണം. ഉറങ്ങിയോ എന്നാൽ പിന്നെ പ്ലഗ് വലിച്ചിട്ടേക്കാം. നേരം വെളുക്കണവരെ അവൻ്റെ റൂഹിനും ശരീരത്തിനും കൊടുക്കുന്ന ഫീഡിങ് പിശാചിൻ്റെ സംസാരമാണ്. യാ അല്ലാഹ്, വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ ഹൃദയത്തെ, റൂഹിനെ താളം തെറ്റിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഒരിക്കലും ഓതുകയോ മനസ്സിലാക്കുകയോ ചെയ്യാത്ത ആൾ ഏതു നേരവും മ്യൂസിക് വേണം, പാട്ട് വേണമെന്ന് ചിന്തിച്ചിരുന്ന നിർബന്ധ ബുദ്ധിയുള്ള ചില ആളുകൾ, ചില സമയങ്ങളുണ്ടാവും ജീവിതത്തിലെ, യൗവനത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ. ആര് പറഞ്ഞാലും കേൾക്കൂല. ഇനിയിപ്പോൾ ഞാൻ ഇത് വേദൽ പറയുന്നു, എന്നാലും ഞാൻ പാട്ട് നിർത്തൂല എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നവരുണ്ടാവും. ഞാൻ എന്തായാലും നിർത്തൂല, എനിക്കത് ഇഷ്ടമാണ്. ഒരു സിനിമ പാട്ടെങ്കിലും കേൾക്കാതെ. എന്ത് മാപ്പിളപ്പാട്ടെന്ന് പറഞ്ഞാൽ? മാപ്പിളപ്പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ മാപ്പിളമാരുടെ സംസ്കാരത്തെപ്പറ്റി പാടുന്ന, അള്ളാഹുവിനെ പറ്റി, റസൂലിനെ പറ്റി, മദീനയെക്കുറിച്ച്, മക്കയെക്കുറിച്ച്, ഹറമിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന പാട്ടുകൾ ഉണ്ടായപ്പോഴാണ് മാപ്പിളപ്പാട്ടെന്ന് നമ്മൾ വിളിച്ചത്. ഇപ്പം അതല്ലല്ലോ. അങ്ങനത്തോളെ ഇങ്ങനത്തോളെ എന്നല്ല പറയണത്. അത് ഹിന്ദി സിനിമയിലാണ്, ഹിന്ദി പാട്ടുകളാകുമ്പോൾ അതിൽ അങ്ങനെ അവരുടെ ഭാഷയിൽ പറയും, മലയാളത്തിൽ ഇങ്ങനെ പറയും. എന്ത് വ്യത്യാസം? ചെറുപ്പക്കാരനെ അള്ളാഹുവിൻ്റെ ദീൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു പ്രഗത്ഭനായൊരു പ്രായമുള്ള മനുഷ്യൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഇത് നിർത്ത്. കുറേ ഉപദേശിച്ചു കൊടുക്കും. അവൻ കുറേ കരയും. എന്നിട്ട് പിന്നെ അദ്ദേഹം പാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. വീണ്ടും കാണും, ഉപദേശിച്ചു കൊടുക്കും. ഇത് മിസ്മാറു ശൈത്വാൻ, ഇത് പിശാചിൻ്റെതാണ്, അല്ലാഹുവിൻ്റെ കലാമിലേക്ക് വാ എന്ന് പറയും. അവ കുറേ ഇരുന്ന് കരയും സങ്കടപ്പെട്ടിട്ട്. കുറച്ച് 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയപടി പാട്ടിലേക്ക് തന്നെ പോകും. 2-3 തവണ. അങ്ങനെയാണ് ഒരിക്കലൊരു കെട്ട് സീഡിയുമായ ആ ചെറുപ്പക്കാരൻ ഈ ഷെയ്ഖിനെ കാണാൻ വരുന്നത്, ഉസ്താദിനെ കാണാൻ വരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളൊന്ന് പൊട്ടിച്ചു തരോ, നിങ്ങളൊന്ന് ഉടച്ചു തരോ, ഒന്ന് നശിപ്പിച്ചു തരോ? ചോദിച്ചു, എന്തു പറ്റി? ഇഷ്ടപ്പെട്ട കാമുകയുണ്ട്, ഇഷ്ടപ്പെട്ട പാട്ടുകാരിയുണ്ട്, ഇഷ്ടപ്പെട്ട നടിയുണ്ട്, അവളുടെ കൂടെ ജീവിക്കണം, മരിക്കണം എന്ന ഇവൻ്റെ ആഗ്രഹം തന്നെ അങ്ങനെയാണ്. ണ്ട് സിനിമാ നടിമാരൊക്കെ വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് സെൽഫി എടുത്തവരൊക്കെ നമ്മളെ കാസർഗോഡ് ജില്ലയില്ലേ? പൊന്നാര പെണ്ണുങ്ങളെ പുറത്തിട്ടിട്ടൊന്നും പോവല്ലേ, നാണം കെടുത്തല്ലേ? അതിനൊക്കെ നിലയും വരിയില്ലേ? സുബ്ഹാനല്ലാഹ്. ഇവൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെ ആയിരുന്നു. ഇവനൊരു നടിയെ സ്നേഹിച്ചു, പിന്നെ ഒരു പാട്ടുകാരി, ഒരു സിംഗർ. എപ്പോൾ പറഞ്ഞാലും അവളുടെ കഥയെ പറയൂ. ആ ചെറുപ്പക്കാരനാണ് ഒരു കെട്ട് സീഡിയുമായിട്ട് തന്നെ ഉപദേശിച്ച തൻ്റെ ഗുരുനാഥൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, എനിക്കൊന്ന് നശിപ്പിച്ചു തരുമോ? എന്തു പറ്റി മോനെ, എന്തു പറ്റി? എപ്പോൾ പറഞ്ഞാലും ഒരൽപ്പനേരം കരഞ്ഞ് കണ്ണുനീര് തുടച്ചിട്ട് വീണ്ടും പഴയപടിയിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് മാറ്റമുണ്ടായത്? അവൻ പറഞ്ഞു, ഞാൻ ഉറങ്ങുകയാണ്, ഒരു സ്വപ്ന ദർശനം എനിക്കുണ്ടാകുന്നു. ഞാനൊരു കടൽക്കരയിലാണ് നിൽക്കുന്നത്.
ഒരാൾ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു, യാ ഫുലാൻ, എൻ്റെ പേര് വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്ത്? നീ ആ നടിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഗായികയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, എൻ്റെ സ്നേഹം, എൻ്റെ പ്രേമം ഞാൻ അവൾക്ക് നൽകുന്നു, ഞാൻ അവളുമായി പ്രേമത്തിലാണെന്ന് ഞാൻ മറുപടി കൊടുത്തു. എന്നോട് പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്തവളുണ്ട്, എൻ്റെ കൂടെ വരുന്നോ? ഞാൻ കൂടെ ചാടി എഴുന്നേറ്റു. അപ്പോഴാണ് ഒരു മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നത്, നല്ല മുഖപ്രകാശമുള്ള ഒരാൾ, ചന്ദ്രഗോളത്തിൻ്റെ ശോഭ പോലെ പ്രഭയുള്ള മുഖമുള്ള ഒരാൾ എൻ്റെ കൈ പിടിച്ചു. ആ നടിയെ കാണാൻ നീ പോവല്ലേ, നീ പോവല്ലേ. എന്നോട് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ആയത്തോതി തന്നു, സൂറത്തുൽ മുൽക്കിൽ, അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി അഹ്ദാ അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഈ ആയത്തിലേക്ക് ഇങ്ങനെ ഓതി തന്നു. രാത്രിയിൽ ഓതൽ സുന്നത്തുള്ള ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷ കിട്ടുമെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധമായ സൂറത്തുൽ മുൽക്കാണിത്. അഫമൻ യംശി മുകിബ്ബൻ അലാ വജ്ഹിഹി, സ്വന്തം മുഖം കുത്തിയിട്ട് വഴി കാണാൻ കഴിയാതെ അന്ധമായി നടക്കുന്ന ഒരാൾ സമമാണോ? അമ്മൻ യംശി സവിയ്യൻ അലാ സിറാത്തിൻ